സംഭവം നടക്കുന്നത് ഒരു കോളേജിലാണ്. വർഷം 1895. നഗരത്തിലെ ഒരു ലോഡ്ജിലായിരുന്നു വാട്സണും ഹോംസും താമസിച്ചിരുന്നത്. ചില പ്രാചീന രേഖകളെക്കുറിച്ചുള്ള ഗവേഷണത്തിലായിരുന്നു ഹോംസ്. ഒരു ദിവസം അവരുടെ സുഹൃത്തും സെന്റ് ലൂക്കസ് കോളേജ് അധ്യാപകനുമായ ഹിൽട്ടൺ തോമസ് അവരെ കാണാൻ ചെന്നു. ആകെ പരിഭ്രമത്തിലായിരുന്നു അദ്ദേഹം. കോളേജിലെ ഒരു പ്രശ്നത്തിൽ ഹോംസിൻ്റെ സഹായം തേടിയായിരുന്നു സാംസന്റെ വരവ്. അദ്ദേഹം പറഞ്ഞു, നാളെ ഞങ്ങളുടെ കോളേജിൽ സ്കോളർഷിപ്പ് പരീക്ഷ നടക്കുകയാണ്. വളരെ രഹസ്യമായിട്ടാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. ഞാനാണ് പ്രസ്സിൽ നിന്നെത്തിയ ചോദ്യക്കടലാസിൻ്റെ പ്രൂഫ്. ഞാൻ ഇന്നലെ 4 മണി വരെ നോക്കി. പിന്നീട് ഒരു സ്നേഹിതനെ കാണാൻ പുറത്തിറങ്ങി. മുറി പൂട്ടിയാണ് പോയത്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മടങ്ങിയെത്തിയപ്പോൾ താക്കോൽ പഴുതിൽ മുറിയുടെ താക്കോൽ ഇരിക്കുന്നത് കണ്ടു. മുറിക്ക് പുറം വാതിലും അകത്തുനിന്ന് മറ്റൊരു വാതിലുമുണ്ട്. പുറം വാതിലിലാണ് താക്കോൽ കണ്ടത്. എൻ്റെ കയ്യിലുള്ളത് കൂടാതെ എൻ്റെ പരിചാരകൻ ബാനിസ്റ്ററുടെ കൈവശവും മറ്റൊരു താക്കോലുണ്ട്. ശ്രദ്ധക്കുറവ് മൂലം അവൻ താക്കോൽ മറന്നു വെച്ചതാകാം എന്നു ഞാൻ കരുതി. ഞാൻ മുറിയിലോട്ട് നടന്നു. മേശപ്പുറത്ത് ഞാൻ പ്രൂഫ് നോക്കി വെച്ച കടലാസുകൾ ചിതറി പലയിടത്തായി കിടന്നിരുന്നു. ഒരെണ്ണം താഴെ, മറ്റൊരെണ്ണം ജനലിന് സമീപമുള്ള മേശയിൽ, ഒരെണ്ണം ഞാൻ നോക്കി വെച്ച സ്ഥലത്തും. 3ഉം ഒന്നിച്ച് അടുക്കി വെച്ചിട്ടായിരുന്നു ഞാൻ മുറി വിട്ട് പുറത്തിറങ്ങിയത്. കാര്യം നിസ്സാരമല്ല. വലിയ തുകയ്ക്കുള്ള സ്കോളർഷിപ്പാണ്. സംഭവം പുറത്തറിഞ്ഞ കോളേജിന് വലിയ ദുഷ്പേരുണ്ടാകും. വിവരമറിഞ്ഞ ബാനിസ്റ്റർ ആകെ തളർന്നുപോയി. വിശ്വസ്തനാണ് അയാൾ. ജനാലക്കരികിലുള്ള മേശമേൽ ഒരു പെൻസിലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ചിതറിക്കിടന്നിരുന്നു. പെൻസിലിൻ്റെ ഒനിഞ്ഞ മുനയും കണ്ടു. വേറെയുമുണ്ട് കാര്യങ്ങൾ. എൻ്റെ എഴുത്തുമേശയുടെ ചുവന്ന തുകൽവിരി ഏതാണ്ട് 3 ഇഞ്ച് നീളത്തിൽ കീറിയിരിക്കുന്നു. കൂടാതെ മേശപ്പുറത്ത് കളിമൺ കട്ട പോലെ എന്തോ കിടന്നിരുന്നു. അതിൽ അറക്കപ്പൊടി പറ്റിയിരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട ഞാൻ ആകെ അന്താളിച്ചു. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നത്. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. സംഭവത്തിൻ്റെ നിജസ്ഥിതി അറിഞ്ഞേ തീരൂ. പരീക്ഷ നീട്ടിവെക്കേണ്ടി വന്നാൽ സർവകലാശാലയ്ക്കു തന്നെ ചീത്തപ്പേരാണ്. ഹോംസ് എഴുന്നേറ്റ് ഓവർകോട്ട് ധരിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പ്രൂഫ് മുറിയിൽ വന്നതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ സന്ദർശിച്ചോ? ഉവ്, ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിലെ ഒരു വിദ്യാർത്ഥി കാണാൻ വന്നു. ദൗല റാത്ത് എന്ന ഇന്ത്യക്കാരൻ. ചോദ്യക്കടലാസിൻ്റെ പ്രൂഫ് നിങ്ങൾ നോക്കുകയാണെന്ന കാര്യം അയാൾ അറിഞ്ഞു. അറിഞ്ഞു കാണണം. പ്രൂഫ് നിങ്ങളുടെ മുറിയിൽ എത്തുമെന്ന കാര്യം ആർക്കൊക്കെ അറിയാമായിരുന്നു? പ്രസ്സുകാർക്കൊഴികെ മറ്റാർക്കും അറിയില്ല. ബാനിസ്റ്റർ എന്ന വേലക്കാരൻ എവിടെയുണ്ട്? പാവം, അവനാകെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. അയാളെ മുറിയിലിരുത്തിയിട്ടാണ് ഞാൻ പോന്നത്. ഹോംസ് തയ്യാറായി കഴിഞ്ഞു. തങ്ങൾ 3 പേരും നേരെ പോയത് ആ അധ്യാപകൻ്റെ മുറിയിലോട്ടാണ്. 4 നില കെട്ടിടത്തിൻ്റെ താഴത്തെ മുറിയിലായിരുന്നു അത്. മുകളിൽ 3 നിലകളായി 3 വിദ്യാർത്ഥികൾ താമസിക്കുന്നു. മുറിക്ക് സമീപമെത്തിയ ഹോംസ് എത്തിവലഞ്ഞ് ജനലിലൂടെ അകത്തേക്ക് നോക്കി. അയാൾ വാതിലിനടുത്ത് തന്നെയാകാം മുറിക്കടുത്തേക്ക് കടന്നിരിക്കുക, ഹോംസ് പറഞ്ഞു. മുറിക്കുള്ളിലെത്തി ഹോംസ് പരവതാനി പരിശോധിച്ചു. വേലക്കാരനെ എവിടെ ഇരുത്തിയിട്ടാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നത്? ആ ജനലിൽ വാതിലിന് അരികെയുള്ള കസാരയിൽ. അത് ശരി. ഈ കൊച്ചു മേശയ്ക്ക് അരികിലിരുന്നാവാം പ്രതി ചോദ്യക്കടലാസുകൾ പരിശോധിച്ചിട്ടുണ്ടാകുക. കാരണം ഇവിടെ നിന്നാൽ താങ്കൾ വരുന്നത് കാണാമല്ലോ. താങ്കളെ കണ്ടുകഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ എളുപ്പമാണ്. അങ്ങനെ സംഭവിക്കില്ല. ഞാൻ ഒരു വലതുവശത്തുള്ള വാതിലിലൂടെയാണ് അകത്ത് കടന്നത്. ധൃതിയിലാണ് പ്രതി ചോദ്യക്കടലാസുകൾ പകർത്തിയത്. അതിനിടയിൽ പെൻസിൽ ഒടിഞ്ഞു പോയി കാണും. സാധാരണ മട്ടിലുള്ള പെൻസിലായിരുന്നില്ല അത്. നീല നിറത്തിലുള്ള പെൻസിൽ. അതിൽ പെൻസിൽ കമ്പനിയുടെ പേര് കൊത്തിയിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് നീളമുള്ള പെൻസിലുമായാണ് അയാൾ കടന്നു വന്നത്. പെൻസിലിൻ്റെ നീളം അതെങ്ങനെ മനസ്സിലായി? അധ്യാപകൻ അത്ഭുതത്തോട് ചോദിച്ചു. ഹോംസ് പെൻസിലിൻ്റെ ചെത്തിയിട്ട പുറംഭാഗങ്ങൾ കയ്യിലെടുത്തു കാട്ടി. അതിന്മേൽ NN എന്ന അക്ഷരങ്ങൾ ഞങ്ങൾ കണ്ടു. ജോൺ ഫാബർ കമ്പനിയുടെ പെൻസിലാവാം ഇത്. ആദ്യ വാക്കിലെ അവസാനത്തെ 2 അക്ഷരങ്ങളാണിവ. പെൻസിലിൻ്റെ അത്രയും ഭാഗം അയാൾ ഉപയോഗിച്ചു എന്നർത്ഥം. ഹോംസ് എഴുത്തുമേശയിലോട്ട് തിരിഞ്ഞു. അവിടെ കാണപ്പെട്ട കളിമൺ കട്ടകൾ അദ്ദേഹം പരിശോധിച്ചു. എഴുത്തുമുറിക്കുള്ളിൽ മറ്റൊരു വാതിലുണ്ടായിരുന്നു. അത് തോംസന്റെ കിടപ്പുമുറിയിലേക്കുള്ള വാതിലായിരുന്നു. സംഭവം നടന്നതിന് ശേഷം നിങ്ങൾ കിടപ്പുമുറിയിലോട്ട് പോയിരുന്നോ? ഹോംസ് ചോദിച്ചു. ഇല്ല. ഹോംസ് ആ മുറിയിലോട്ട് കടന്നു. അതിനുള്ളിൽ തൂക്കിയിട്ട 2-3 വസ്ത്രങ്ങളല്ലാതെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പെട്ടെന്ന് അദ്ദേഹം താഴോട്ട് കുനിഞ്ഞു. നേരത്തെ എഴുത്തുമേശയിൽ കാണപ്പെട്ട തരത്തിലുള്ള കറുത്ത നിറത്തിലുള്ള കളിമൺ കട്ടയാണ് അദ്ദേഹം കയ്യിലെടുത്തത്. മിസ്റ്റർ ഹിൽട്ടൺ സോംസ്, ആ കക്ഷി നിങ്ങളുടെ കിടപ്പുമുറിയിലും എത്തിയിരുന്നു, ഹോംസ് പറഞ്ഞു. സോംസ് ചോദ്യക്കടലാസിരുന്ന മുറിയിലോട്ട് പ്രവേശിച്ചപ്പോൾ കള്ളൻ കിടപ്പുമുറിയിൽ കയറി ഒളിച്ചതായി ഹോംസ് പറഞ്ഞു. അത് കേട്ട അധ്യാപകൻ വാ പൊളിച്ചുപോയി.
ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ 3 വിദ്യാർത്ഥികൾ താമസിക്കുന്നില്ലേ? അവരാരൊക്കെയാണ്? ഹോംസ് ചോദിച്ചു. കോളേജ് അധ്യാപകൻ ആ 3 വിദ്യാർത്ഥികളെപ്പറ്റി ഒരു ചെറു വിവരണം നൽകി. ഒന്നാമത്തെ നിലയിൽ ഗിൽക്രിസ്, നല്ല വിദ്യാർത്ഥി, സ്പോർട്സിൽ തൽപരൻ, ലോങ് ജമ്പിലും ഹാർഡ് ഡിസ്കിലും ഒന്നാമൻ. പക്ഷേ പിതാവിൽ നിന്നും കാര്യമായ സഹായം ലഭിക്കുന്നില്ല. രണ്ടാമത്തെ നിലയിൽ ദൗലത് റാത്ത്, ഗ്രീക്ക് ഭാഷയിൽ അല്പം പിന്നോക്കം, എങ്കിലും നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നു. മൂന്നാം നിലയിലുള്ള മെൻസ്കോ എന്ന നല്ല ബുദ്ധിമാനാണ്, പക്ഷെ ആളല്പം തെമ്മാടിയാണ്, ഉഴപ്പനും. ഇക്കൂട്ടത്തിൽ ഞാൻ അല്പമെങ്കിലും സംശയിക്കുന്നത് മെൽക്കോയെയാണ്. തുടർന്ന് തങ്ങൾ വേലക്കാരൻ ബാനിസ്റ്ററെ കണ്ടു. 50 വയസ്സ് പ്രായമുള്ള ഒരു സാധു. അയാൾ ആകെ വിവശനായിരുന്നു. താക്കോൽ വാതിലിൽ വെച്ച് മറന്നതാണല്ലേ? ഹോംസ് ചോദിച്ചു. അതെ സർ, പുറത്തേക്കിറങ്ങുമ്പോൾ കയ്യിൽ ചായത്തട്ടമുണ്ടായിരുന്നു. അത് കൊണ്ടുവച്ച ശേഷം താക്കോലെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നീടത് മറന്നു. സോംസ് തിരിച്ചു വന്നു. നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ ആകെ വിഷമിച്ചു അല്ലേ? അതെ സർ, എത്രയോ വർഷങ്ങളായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. വിവരമറിഞ്ഞപ്പോൾ എനിക്ക് തലചുറ്റലുണ്ടായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഇതാ ഈ ജനലിനരികിൽ. അത്ഭുതമായിരിക്കുന്നു. ബോധക്കേട് തോന്നിയപ്പോൾ നിങ്ങൾ എഴുത്തുമേശയ്ക്കരികിൽ നിന്ന് ഇവിടെ എത്തിയതെങ്ങനെ? അവന് ഒന്നും ഓർമ്മയുണ്ടാകില്ല, അധ്യാപകൻ സോംസ് പറഞ്ഞു. അവനാകെ വിവശനായിരുന്നു. പിന്നീട് അവർ ആ വിദ്യാർത്ഥികളെ കാണാൻ പോയി. മുകളിലത്തെ നിലയിലോട്ട് പോയി. സന്ധ്യ കഴിഞ്ഞിരുന്നാൽ മുകളിലത്തെ നിലയിൽ വെളിച്ചം തെളിഞ്ഞിരുന്നു. ആദ്യം ഹിൽക്രിസിനെയാണ് കണ്ടത്. നീണ്ടു മെലിഞ്ഞ ഒരു യുവാവ്. ഹോംസ് വെറുതെ കുറേ നേരം സംസാരിച്ചു. ഇടയ്ക്ക് എന്തോ എഴുതാനായി അദ്ദേഹം പെൻസിൽ എടുത്തുവെങ്കിലും അതിന് മുനയുണ്ടായിരുന്നില്ല. അദ്ദേഹം ഗിൽക്രിസിൻ്റെ പെൻസിൽ വാങ്ങി. ഇടയ്ക്ക് സ്വന്തം പെൻസിലിൻ്റെ മുന കൂർപ്പിക്കുന്നതിനായി ഗിൽക്രിസിൻ്റെ കയ്യിൽ നിന്ന് കത്തിയും വാങ്ങി. ഇന്ത്യക്കാരൻ വിദ്യാർത്ഥിയുടെ മുറിയിലെത്തിക്കഴിഞ്ഞതും ഈ നാടകം തുടർന്നു. ഹോംസ് കാലാവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഇടയ്ക്ക് പെൻസിൽ വാങ്ങി എന്തോ എഴുതി. എന്നാൽ മൂന്നാമത്തെ വിദ്യാർത്ഥി വാതിൽ തുറന്നതേയില്ല. അയാൾ അകത്തുനിന്ന് ചീത്ത വിളിച്ചു. പുറത്തേക്ക് നടന്നപ്പോൾ ഹോംസ് വിചിത്രമായൊരു ചോദ്യം ചോദിച്ചു. അവൻ്റെ ഉയരം എത്രയാണ്? കൃത്യമായി പറയാനാകില്ല. ഇന്ത്യക്കാരനേക്കാൾ ഉയരമുണ്ട്. എന്നാൽ ഗിൽക്രിസിൻ്റെ അത്രയും ഉയരമില്ല താനും. ഏതാണ്ട് 5 അടി 6 ഇഞ്ച് കാണും, അധ്യാപകൻ പറഞ്ഞു. അക്കാര്യം പ്രധാനപ്പെട്ടതാണ്, ഹോംസ് പറഞ്ഞു. അയാൾ വാതിൽ തുറക്കാത്തത് സംശയമുണ്ടാക്കുന്നു. തങ്ങൾ യാത്ര പറഞ്ഞപ്പോൾ കോളേജ് അധ്യാപകൻ സോംസ് വിഷമത്തോടെ പറഞ്ഞു. നാളെയാണ് പരീക്ഷ മാറ്റിവെക്കേണ്ടി വരുമോ? ഏതായാലും നാളെ രാവിലെ വരെ അങ്ങ് സമാധാനമായിരിക്കണം. ഈ മൺകട്ടയും പെൻസിൽ ചീളുകളും എൻ്റെ കയ്യിലിരിക്കട്ടെ. ഹോംസ് പുറത്തേക്കിറങ്ങി. മടങ്ങിയ വഴി നഗരത്തിലെ പ്രധാന സ്റ്റേഷനറി കടകളിൽ കയറി സോംസന്റെ മുറിയിൽ കണ്ട മാതിരി ഒരു പെൻസിൽ സംഘടിപ്പിക്കാൻ അവർ ശ്രമിച്ചു. നിരാശയായിരുന്നു ഫലം. എങ്കിലും ഹോംസിന്റെ മുഖം പ്രസന്നമായിരുന്നു. രാത്രി ഭക്ഷണത്തിന് ശേഷം കുറേ നേരം ഗാഢചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഹോംസ്. പിറ്റേന്ന് അതിരാവിലെ അദ്ദേഹം വാട്സന്റെ മുറിയിലെത്തി. വാട്സൺ, നമുക്ക് കോളേജിലോട്ട് പോകാം. ആ അധ്യാപകൻ നമ്മളെ പ്രതീക്ഷിച്ചിരിപ്പാകും. പ്രശ്നത്തിനുള്ള പരിഹാരം? വാട്സൺ ചോദിച്ചു. രഹസ്യം വെളിവാവാൻ വാട്സൺ, ഇന്ന് വെളുപ്പിന് ഞാൻ ആ കോളേജ് പരിസരം വീണ്ടും സന്ദർശിച്ചു. ഇതാ നോക്കൂ. ഹോംസ് കൈ നിവർത്തി കാട്ടി. അതിൽ 3 കളിമൺ ഉരുളകൾ കണ്ടു. 2 എണ്ണമല്ലേ ഇന്നലെ കിട്ടിയത്? വാട്സൺ ചോദിച്ചു. അതെ. കളിമൺ കഷ്ണങ്ങൾ എവിടെ നിന്ന് വരുന്നോ അവിടെ പോയി ഞാൻ ഒന്നും കൂടി ശേഖരിച്ചതാണ്. വരൂ, നമുക്ക് ആ അധ്യാപകനെ കാണാം. അവർ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ സോംസ് ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. പരീക്ഷ നടത്തണോ അതോ മാറ്റിവെക്കണോ എന്നറിയാതെ കുഴങ്ങുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ നടത്താമെന്ന് ഹോംസ് പറഞ്ഞു. പക്ഷേ ആ കള്ളൻ, ഇല്ല, അവൻ പരീക്ഷ എഴുതില്ല. ആരാണിത് ചെയ്തത്? ഹോംസ് ബാനിസ്റ്ററെ വിളിച്ചു വരുത്താൻ ആജ്ഞ നൽകി. അല്പസമയത്തിനുള്ളിൽ അയാൾ മുറിയിലെത്തി. ബാനിസ്റ്റർ തല കറങ്ങുന്നതായി ഭാവിച്ച്, നിങ്ങൾ കസേരയിലിരുന്നത് ആരെ രക്ഷിക്കാനായിരുന്നു? ഇല്ല സർ, അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആരെയും അറിയില്ല സർ. ഹോംസ് ആവശ്യപ്പെട്ടതനുസരിച്ച് കോളേജ് അധ്യാപകൻ മുകളിലത്തെ നിലയിലോട്ട് പോയി. ഗിൽക്രിസിനെയും കൂട്ടിവരാനാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. ഗിൽക്രിസ് മുറിയിലെത്തിയപ്പോൾ ഹോംസ് മുറിയുടെ വാതിലടച്ചു. ഗിൽക്രിസ്, താങ്കളെപ്പോലെ ഒരാളിൽ നിന്ന് ഞാൻ ഈ പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. ആ ചെറുപ്പക്കാരൻ പിന്നോക്കം ഒരു വെച്ചു. ഭയവും വിദ്വേഷവും ആ മുഖത്ത് സ്ഫുരിച്ചു. അയാൾ ബാനിസ്റ്ററെ തുറച്ചു നോക്കി. ഇല്ല കൊച്ചുമോനെ, ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ബാനിസ്റ്റർ ദയനീയമായി പറഞ്ഞു. ഓ, അപ്പോൾ സംഗതി വ്യക്തമായില്ലേ? ഇനി പറയൂ കാര്യങ്ങൾ. ഹോംസ് പുഞ്ചിരിച്ചു. ഗിൽക്രിസ് മുട്ടുകുത്തി നിലത്തിരുന്നു. അയാൾ കൈപ്പത്തി കൊണ്ട് മുഖം ഉറച്ചു. സാരമില്ല, വിഷമിക്കാതിരിക്കൂ. ഇത്രയും ചെറിയ തെറ്റുകൾ ആർക്കും സംഭവിക്കാം. ഹോംസ് ആശ്വസിപ്പിച്ചു.
ഹോംസ് പിന്നീട് സംഭവത്തിൻ്റെ ചുരുളഴിച്ചു. താങ്കളുടെ മുറിയിലേക്ക് വരുന്ന വഴി ഞാൻ ജനലിലൂടെ അകത്തോട്ട് നോക്കാൻ ശ്രമിച്ചത് ഓർമ്മയില്ലേ? 6 അടി പൊക്കമുള്ള എനിക്ക് എത്തിവലിഞ്ഞെങ്കിൽ മാത്രമേ ജനലിലൂടെ മുറിക്കകം കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതായത് അതുവഴി നടന്നു പോകുന്ന ഒരു സാധാരണ പൊക്കമുള്ള ഒരാൾക്ക് ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം അറിയുക അസാധ്യം. അസാധാരണ ഉയരമുള്ള ഗിൽക്രിസ്റ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ലോങ് ജമ്പ് പ്രാക്ടീസ് കഴിഞ്ഞ് മടങ്ങി വന്ന വഴി ജനലിലൂടെ ഈ മുറിയിലോട്ട് നോക്കി. എഴുത്തുമേശയിൽ നിവർത്തിവെച്ച കടലാസുകൾ അയാൾ കണ്ടു. അവ ചോദ്യക്കടലാസുകളാവാം എന്ന് അയാൾക്ക് തോന്നി. മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വേലക്കാരൻ വാതിൽ താക്കോൽ മറന്നു വെച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. ബാനിസ്റ്റർ ശ്രദ്ധയില്ലാതെ താക്കോൽ വാതിലിൻ്റെ ഉള്ളിൽ വെച്ചുപോയി. അങ്ങനെ ഗിൽക്രിസ്റ്റിന് മുറിക്കുള്ളിൽ കിടക്കാനുള്ള സാഹചര്യവും ഉണ്ടായി. ലോങ് ജമ്പ് പ്രാക്ടീസ് കഴിഞ്ഞു വരുന്ന വഴിയായതിനാൽ ഗിൽക്രിസ്റ്റ് കയ്യിൽ സ്പൈക്ക് ഷൂ ഊരി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവ മേശപ്പുറത്ത് വെച്ച് അയാൾ ചോദ്യക്കടലാസുകൾ പരത്തി. ജനാലയ്ക്കരികിലുള്ള കസേരയിൽ മറ്റെന്തോ വെച്ചല്ലോ, അതെന്തായിരുന്നു ഗിൽക്രിസ്റ്റ്? ഹോംസ് ചോദിച്ചു. എൻ്റെ കയ്യുറകൾ, ഗിൽക്രിസ്റ്റ് നേർത്ത ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. അതെ, കയ്യുറകൾ തന്നെ. ഹോംസ് ബാനിസ്റ്ററെ ഒന്ന് നോക്കിയതിനു ശേഷം തുടർന്നു. കയ്യുറകൾ കസേരയിലിട്ടതിനു ശേഷം ഗിൽക്രിസ്റ്റ് ചോദ്യക്കടലാസുകൾ പകർത്താൻ തുടങ്ങി. നിങ്ങൾ മടങ്ങി വരുന്നത് ജനാലയിലൂടെ കാണാമല്ലോ എന്ന് കരുതിയാണ് ആ ചെറിയ മേശയിൽ വെച്ച് അയാൾ ചോദ്യങ്ങൾ എഴുതിയെടുത്തത്. പക്ഷേ സോംസ് കടന്നു വന്നത് മറ്റൊരു വാതിലിലൂടെ. കാലടി ശബ്ദം കേട്ടതോടെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സോംസിൻ്റെ എഴുത്തുമേശയിൽ നിന്ന് ഷൂസും വലിച്ചെടുത്ത് കിടപ്പുമുറിയിലേക്ക് ഓടി. സ്പോർട്സ് ഷൂവിൻ്റെ അടിഭാഗമുള്ള മുള്ളുകൊണ്ടാണ് മേശവിരി കീറിയത്.